യാതൊരു കളങ്കവും ചേർക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ആ ഒരു രാഷ്ട്രത്തിൻ്റെ വൈഭവം ഗ്രാമങ്ങൾ കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മൾ വയ്ക്കുന്ന ഓരോ കാലവെപ്പും അത് സെൻട്രൽ ഗവൺമെൻറ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് വ്യതിചലിക്കാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനങ്ങളായിട്ട് നമുക്ക് നിധി ലിമിറ്റഡിന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റും എന്താണോ ഉദ്ദേശിക്കുന്നത്, ഏത് ആശയത്തോട് കൂടിയിട്ടാണ് നിധി ലിമിറ്റഡ് മുന്നോട്ട് പോകേണ്ടത്, അതേ ആശയത്തോട് കൂടിയിട്ട് അതേ കാൽവെപ്പോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാരതത്തിന്റെ മുഖച്ഛായ മാറ്റാൻ സാധിക്കും. നമുക്കിന്ന് 7 സംസ്ഥാനങ്ങളിൽ നമ്മുടെ പ്രവർത്തനം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ വഞ്ചിയൂർ താലൂക്കിൽ വഞ്ചിയൂർ വില്ലേജിൽ മോഹനവിലാസത്തിൽ അധ്യാപകനായ CN കേശവൻ നായരുടെയും അധ്യാപികയായ P രാജലക്ഷ്മി അമ്മയുടെയും മകനായി ശ്രീ സന്തോഷ് K നായർ അവർകളുടെ ജനനം. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവനന്തപുരം MJ കോളേജിൽ ഉപരിപഠനം. കോളേജിന്റെ ചരിത്രത്തിൽ KSU, SFI അല്ലാത്ത സംഘടനയായ DSU ആദ്യമായി മാഗസിൻ എഡിറ്ററായി മത്സരിച്ച് ജയിക്കുകയും ചെയ്തു. 1981 രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സജീവ പ്രവർത്തകരും ശാഖ മുഖ്യ ശിക്ഷകനുമായി പ്രവർത്തിക്കുമ്പോൾ തന്നെ അഭിനയ മോഹവുമായി സിനിമാ മേഖലയിലേക്ക് എത്തിപ്പെടുകയും പിന്നീട് മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിൽ 180 തരം സിനിമകളിലും 38ഓളം സീരിയലുകളിലും ഒട്ടനവധി TV ഷോകളിലും കോമഡി ഷോ പോലുള്ള പരിപാടികളിലും നിറസാന്നിധ്യമായിരുന്നു. സഹകരണ ബാങ്കുകൾ പൊളിഞ്ഞ് കുത്തുപാള എടുത്ത് പോകുന്നത് കൊണ്ട് അതുപോലെയാണ് നിധി കമ്പനികളിൽ നിന്നൊരു ധാരണ പലർക്കുമുണ്ട്. അപ്പോൾ പലരും അതിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് മടിക്കുന്നു. ഇല്ലെങ്കിൽ അതിന് ഡെപ്പോസിറ്റ് ചെയ്യിക്കണമെങ്കിൽ നമ്മുടെ ഓഫീസിലുള്ളവർ തന്നെ അത് ക്യാൻവാസ് ചെയ്ത് നമ്മുടെ നിധി കമ്പനികൾ എങ്ങനെയാണെന്നുള്ള അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ക്യാൻവാസിംഗ് എന്നൊരു സംഗതിയുണ്ട്. വീട് വീടാന്തരം കയറി ക്യാൻവാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-20 പേരെ കണ്ടാൽ അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും അതിന് തയ്യാറാകും. 18 പേര് തയ്യാറായില്ല എന്ന് വിചാരിക്കരുത്. 2 പേര് തയ്യാറായാലും നമുക്കത് മതി. അപ്പം അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പലയിടത്തും ഉള്ളൊരു അനാസ്ഥ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്യാൻവാസിങ് ക്യാമ്പയിൻ നടക്കുന്നില്ല എന്നുള്ള ഒരു സംഗതിയുണ്ട്. പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടം കൊടുത്തിട്ടുള്ളവർ പലരും തിരിച്ചടയ്ക്കുന്നില്ല എന്നുള്ളൊരു സംഗതിയുണ്ട്. പഴയ പോലെ ഒന്നും നമ്മൾ എന്താ പറയുക, ബ്ലേഡ് കമ്പനിക്കാർ പോയി വിരട്ടി വാങ്ങിക്കുന്നത് പോലെയൊന്നും നമ്മൾ വാങ്ങാറില്ല. അങ്ങനെയാണ് പല നിധി കമ്പനികളും ചെയ്യിക്കാനുള്ള കാരണവും തിരിച്ചുള്ള അടവ് കറക്റ്റായിട്ട് അവിടെ കിട്ടാഞ്ഞിട്ടാണത്. അതിനുള്ളൊരു സംഗതിയും കൂടെ വേണം. അതിപ്പോൾ നമ്മുടെ ജനറൽ സെക്രട്ടറി എല്ലാം കൂടെ തീരുമാനിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത നിയർ ഫ്യൂച്ചറിൽ, അടുത്ത ഭാവിയിൽ തന്നെ അത് നമുക്ക് അങ്ങനെ ഒരു സംഗതി ഉണ്ടാവും. അതുപോലെ 7ാം സമ്മേളനമെന്ന് പറഞ്ഞാൽ 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് എന്ന് പറയാറുണ്ട്. 7 അത്ഭുതങ്ങൾ. 7 വർഷം ഒരു സ്ഥാപനമോ ഒരു സംഘടനയോ നിന്ന് കഴിഞ്ഞാൽ പിന്നെ യുഗങ്ങൾ നിന്നാലും അതിനെ തകർക്കാൻ പറ്റില്ല എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നിതീഷ് ഫൗണ്ടേഷൻ നശിച്ചു പോവില്ല. അതെന്നും നിലനിൽക്കും. ഒരു വടവൃക്ഷം പോലെ വളരുക തന്നെ ചെയ്യും. ഇവിടെ സമയം വളരെ കുറവാണ്. ഇവിടെ വന്ന് നിങ്ങളെ കാണാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇത്രയും നേരം ഞാൻ പറയുന്നത് കേൾക്കാൻ ചെവി തന്ന് ഇവിടെ കാത്തിരുന്ന നിങ്ങളോടാണ് കൂടുതൽ നന്ദി എനിക്ക് പറയേണ്ടത്. കാര്യം ഈ സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ തിരിച്ചു കിട്ടുന്നതല്ല. ആ വിലയേറിയ സമയമാണ് എൻ്റെ വാക്കുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ തന്നത്. അതുകൊണ്ട് ആ നന്ദി ഞാൻ രേഖപ്പെടുത്താതെ അതിൻ്റെ ഹൃദയത്തിൽ തന്നെ സൂക്ഷിക്കുകയാണ്. ഇത് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതായിരുന്നു എന്നെ ഏൽപ്പിച്ച ദൗത്യം. എല്ലാവരുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി ഞാൻ ഉദ്ഘാടനം ചെയ്തു കൊള്ളുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. എല്ലാവർക്കും ഒരു ഓണാശംസയും. ജയ് ഭാരത്. അടുത്തതായി സംഘടനാ സന്ദേശത്തിനായി ദക്ഷിണ കേരളം രാഷ്ട്രീയ സ്വയം സേവക സംഘം കാര്യകാരി സദസ്യൻ ശ്രീ വി മുരളീധരൻ അവർകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇത്തരമൊരു സംവിധാനത്തെക്കുറിച്ച് ചിന്തിച്ചതും ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരമൊരു നീക്കങ്ങൾ നടന്നതും ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ നിരവധി നിധി സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതത്തിൽ പല സ്ഥലത്തും, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഏകദേശം ഭാരതത്തിൻ്റെ കണക്ക് നോക്കിയാൽ 80% നിധികളും തമിഴ്നാട്ടിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ രംഗത്ത് അവർ കൈവരിച്ചിട്ടുള്ള വലിയൊരു നേട്ടം, അതെന്തുകൊണ്ട് നമുക്ക് കേരളത്തിന് സാധിക്കുന്നില്ല നമ്മൾ ചിന്തിക്കേണ്ടതാണ്.
കാരണം ഒരു കാലഘട്ടത്തിൽ കോർപ്പറേറ്റ് സംവിധാനത്തിൽ അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സംവിധാനത്തിലൊക്കെ തന്നെ സാമ്പത്തിക രംഗത്തെ പൂർണ്ണമായും രാഷ്ട്രീയക്കാരുടെ കൈകളിലേക്ക് എത്തിച്ച ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഇന്ന് അത്തരം സംവിധാനം കേരളത്തിൽ പല സ്ഥലത്തും പകരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയമാണ് ഈ പറയപ്പെടുന്ന നിധി സംവിധാനത്തിൽ കൂടി കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം. വളരെ പോസിറ്റീവായിട്ട് ഓരോ വിഷയത്തെയും കണക്കാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ ഗുണഭോക്താക്കളുടെ എണ്ണം നമുക്ക് കൂട്ടാൻ സാധിക്കും, അതിൻ്റെ കൂട്ടായ്മ നമുക്ക് കൂട്ടാൻ സാധിക്കും. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഒരു സാമ്പത്തിക അച്ചടക്കമാണ് നമുക്ക് വേണ്ടത്. ഇന്ന് എല്ലാ രംഗങ്ങളിലും ഭാരതത്തിൻ്റേതായ രീതിയിൽ ചുവട് വെച്ചുകൊണ്ട് ലോകത്തിൻ്റെ നെടുകയിലേക്ക് മൂന്നാമതായിട്ടോ രണ്ടാമതായിട്ടോ കയറി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ നാടിൻ്റെ വളർച്ചയോട് ചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെ അഭിവൃദ്ധിയോടുകൂടി ചേർന്ന് നിന്നുകൊണ്ട് ആ വിധേയത്വം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനും ചിന്തിക്കാനും സംസാരിക്കാനും കൂട്ടായ്മകൾ സൃഷ്ടിക്കാനും നമുക്ക് സാധിക്കണം. ഒരു സാമ്പത്തിക അച്ചടക്കം മുന്നിൽ അതാണ് നമ്മുടെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള സ്ലോഗൻ എന്ന് പറയുന്നത്. സമൂഹത്തിൽ നിരവധി തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ തമിഴ്നാട്ടിലൊക്കെ പോകണം. തമിഴ്നാട്ടിൽ പോയാൽ അറിയാൻ സാധിക്കും ഈ രംഗത്ത്, ഈ ശാസ്ത്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന 80% വരുന്ന ആളുകളുണ്ട്. ചെറുകിട വ്യവസായങ്ങൾ അവരെങ്ങനെ പുരോഗമിക്കുന്നു, ഇത് നമ്മൾ ചിന്തിക്കണം. ഇതിന് പ്രോത്സാഹനം നമുക്ക് കൊടുക്കാൻ സാധിക്കണം. ആ തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഇതിനുണ്ടാവട്ടെ. ജഗദീശ്വരൻ എല്ലാ അർത്ഥത്തിലും ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ അനുഗ്രഹ ആശംസകളും ശരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ ക്ഷണിച്ചതിനുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമ്മളിന്ന് നേരത്തെ സന്തോഷേട്ടൻ സൂചിപ്പിച്ചതുപോലെ 7ാമത് സംസ്ഥാന സമ്മേളനത്തിലാണ് ഈ കൊല്ലം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. നിധി കമ്പനികൾ നേരിടുന്ന ചില വെല്ലുവിളികളെ സംബന്ധിച്ചും വിഷയങ്ങളെ സംബന്ധിച്ചുമൊക്കെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു നിധി കമ്പനി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊരു ബിസിനസ്സാണ്. ഇവിടെ ഇരിക്കുന്ന 98% ആളുകളെയും എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളുകളാണ്. ഈ 98% ആളുകളും നമ്മുടെ സംഘപരിവാർ സംഘടനകളുമൊക്കെയായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ചുമതലപ്പെട്ട ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും. എനിക്ക് തോന്നുന്നത് ഒരു മണ്ഡലുപരി കാര്യകർത്താക്കളൊക്കെ ഇതിനകത്തുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് വേറെയാണ്, ബിസിനസ് വേറെയാണ്. ഇത് രണ്ടും കൂടി പല സ്ഥലത്തും യോജിച്ച് പ്രവർത്തിപ്പിക്കുമ്പോഴാണ് പല സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സംഘടനാ പ്രവർത്തനത്തിൽ നമുക്ക് പലതും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഒരു സംഘടന എന്നുള്ള നിലയിൽ സംഘടനാ പ്രവർത്തനത്തിൽ നമുക്ക് വിട്ടുവീഴ്ചകൾ അനിവാര്യമാണ്, സംഘടനയുടെ നിലനിൽപ്പിന് ചില കാര്യങ്ങൾക്കൊക്കെ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ധനകാര്യ സ്ഥാപനം നടത്തുന്ന സംരംഭകർ എന്ന നിലയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ട് ബോർഡ് അംഗങ്ങൾ എന്ന നിലയിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ തുടങ്ങിയിട്ടുള്ള നിധി എന്ന് പറയുന്ന ഈ സംരംഭത്തിൽ പൊതുജനം പണം തരുന്നത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ രജിസ്ട്രേഷനുള്ള സ്ഥാപനമായതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ ഈ സംഘടനാ പ്രവർത്തനം കണ്ടൊന്നുമല്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെയും വ്യക്തിപരമായ ക്രെഡിബിലിറ്റിയാണ്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റിയുടെ പുറത്താണ് അവർ ആ പണം തരുന്നത്. ഇന്ന് ഇതും തിരിച്ചു പോകുമ്പോഴെങ്കിലും നമ്മളൊരു ബിസിനസ്സുകാരനായി മാറണം. ബിസിനസ്സിൽ പരാജയവും ജയവും ഒക്കെ ഉണ്ടാവാം. ആ പരാജയത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ജയത്തിൻ്റെ വഴിയിലേക്ക് നയിക്കാൻ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും കഴിയണം, ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ. പിന്നെ ഒരു സംരംഭം വിജയിക്കണമെങ്കിൽ ചില നിഷ്ഠകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ ഒരു നിധി കമ്പനി എന്ന നിലയിൽ നമ്മളിപ്പോൾ നിധി കമ്പനിയുടെ പ്രവർത്തകരാണല്ലോ കൂടുതലും. എന്താണ് നിധി കമ്പനി എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ അതിനെ എന്താ പറയുക, സംഘടനാ നിഷ്ഠ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഒരു സംരംഭത്തെ കൃത്യമായി ഒരു നിധി കമ്പനിയിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല,
അതിനെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായൊരു ബോധ്യം നമുക്കുണ്ടാവണം. നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോഴും ഇവിടെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളെ മാതൃകയാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. നോക്കൂ, നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പോലെ പ്രവർത്തിക്കുന്ന ആളുകളല്ല. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തന ശൈലിയുമല്ല, കാണുമ്പോൾ ഒരേപോലെ തോന്നുമെങ്കിലും എൻ്റർലി ഡിഫറൻ്റ് ആണ്. കാരണം പബ്ലിക് ലിമിറ്റഡ് കമ്പനീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെടുകയും 2014 കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിധീസ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് നമ്മുടെ. ചെറു വായ്പകൾ കൊടുക്കുന്ന പരസ്പര സഹകരണത്തോടു കൂടി അംഗങ്ങളുടെ ഇടയിൽ, അതായത് ഒരു നിധി കമ്പനികളിൽ മിനിമം 200 മെമ്പർമാർ വേണമെന്നാണല്ലോ നിയമം. മിനിമം 200, പരമാവധി എത്ര വേണമെങ്കിലും ആവാം. അപ്പോൾ അങ്ങനെയുള്ള അംഗങ്ങളുടെ ഇടയിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കുന്നതിന് വേണ്ടി, സംരംഭങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നിധി കമ്പനികളിൽ നിന്ന് ചെറിയ സാമ്പത്തിക സഹായം കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ ഈ സാമ്പത്തിക രംഗത്തേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നത്. നിങ്ങളുടെ എല്ലാ ആൾക്കാരും എഡ്യൂക്കേറ്റഡ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ലീഗൽ ക്വരീസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആളുകളായിട്ട് ഡിസ്കസ് ചെയ്യുക. എന്തെങ്കിലും നിയമസഹായങ്ങൾ വേണമെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം ഞാനും നിങ്ങളുടെ പോലെ പല സംഘടനകളിലും ഈ എക്സിക്യൂട്ടീവ് അംഗമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് ഇഷ്യൂസ്. കൂടാതെ സ്ത്രീകളുടെ പ്രശ്നങ്ങളും പോഷ് ആക്ട്, പോക്സോ ആക്ട്, അതൊക്കെയാണ് എൻ്റെ മെയിനായിട്ടുള്ള സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഏരിയാസ്. ഏഴാമത്തെ ഇത്രയും വലിയൊരു ഓർഗനൈസേഷൻ്റെ ഇത്രയും ആൾക്കാർ ഗ്യാതേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ വരാനും ഭാഗമായിട്ട് നിൽക്കാനും സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അധ്യക്ഷൻ ANF സംസ്ഥാന പ്രസിഡന്റ് ശ്രീ KG രാധാകൃഷ്ണൻ അവർ, ഉദ്ഘാടകൻ ANF നാഷണൽ പ്രസിഡന്റ് സന്തോഷ് കെ നായർ, മുഖ്യ പ്രഭാഷകൻ BJP തിരുവനന്തപുരം മേഖലാ പ്രസിഡന്റ് ശ്രീ BB ഗോപകുമാർ, അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല, രാഷ്ട്രീയ സ്വയംസേവക് സംഘ് കാര്യദർശി ശ്രീ V മുരളീധരൻ അവർ, നമ്മുടെ വിശിഷ്ട അതിഥിയായി പങ്കെടുത്ത ഡോക്ടർ തെയ്യൂർ ഷാജി ശർമ്മ, അഡ്വക്കേറ്റ് രശ്മി വർമ്മ, സ്വാഗത പ്രാസംഗികൻ ANF സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗണേഷ് അരമാങ്ങനും മുതലായ മഹത് വ്യക്തികൾക്ക് എൻ്റെ ഈ ആൾ ഇന്ത്യ നിധി ഫെഡറേഷൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ഒരു പ്രസ്ഥാനത്തിൽ ഇങ്ങനൊരു സംസ്ഥാന സമ്മേളനം നടത്താൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച കുറേ വ്യക്തികളുണ്ട് എൻ്റെ മുന്നിൽ. അതിൻ്റെ അമരക്കാരനായ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ജഗദീഷ് ചേട്ടൻ അവർക്ക് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഷിജു, അനിൽകുമാർ, ഷാജി ശേഖർ, അപ്പുകുട്ടക്കുറുപ്പ്, സത്യബാബു, കൈലാസ്, അജിത് കുമാർ, ജഗദീഷ്, തുടർന്നുള്ള ഇതിനെ സംബന്ധിക്കുന്ന ഇതിൻ്റെ നിധികളുടെ വളരെ ഒരു വിങ്ങായിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ANFൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.